Hi friends, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഹൗ ടു അപ്ലൈ ഫോർ ഇ വിസ. ഇ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം. ഹോം ഓഫീസിൽ നിന്ന് നിങ്ങൾക്കൊരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ മെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് BRP കാർഡ് ഉണ്ടായിരുന്നോ എന്നാണ്. അത് യെസ് ആണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ BRP കാർഡ് ഉണ്ടോ, അതും യെസ് ആണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ BRP കാർഡ് വാലിഡ് ആണോ, അതും യെസ് ആണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ അക്കൗണ്ട് ആർക്ക് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മീ എന്നുള്ള ഓപ്ഷൻ, വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ സമൺ എൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടിന്യൂ. ദെൻ നിങ്ങളുടെ പേര്, ഗിവൺ നെയിമും സർനെയിമും എൻ്റർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ. നിങ്ങളുടെ കൺട്രി ഓഫ് നാഷണാലിറ്റി, നിങ്ങളുടെ നാഷണാലിറ്റി എൻ്റർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ. പ്രസ് കണ്ടിന്യൂ. ദെൻ വിച്ച് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ആർ യു യൂസിങ്, നിങ്ങൾ ഏത് ഡോക്യുമെൻ്റാണ് യൂസ് ചെയ്യണത്. ബയോമെട്രിക് എങ്കിൽ ബയോമെട്രിക്, പാസ്പോർട്ട് എങ്കിൽ പാസ്പോർട്ട്, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ. ബയോമെട്രിക് ആണെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് താഴെ എൻറ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കൊടുത്ത ഇമെയിൽ ID-യിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വരും. ആ സെക്യൂരിറ്റി കോഡ് അവിടെ എൻട്രി ചെയ്തിട്ട് പ്രസ് കണ്ടിന്യൂ. അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫോൺ നമ്പറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക. ദെൻ പ്രസ് കണ്ടിന്യൂ. ഫോണും ചെക്ക് ചെയ്യുക. ഫോണിലേക്കും ഒരു സെക്യൂരിറ്റി കോഡ് വരും. ആ സെക്യൂരിറ്റി കോഡും അവിടെ എൻട്രി ചെയ്തിട്ട് പ്രസ് കണ്ടിന്യൂ. വേറെ ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യണമെന്നാണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ. ദെൻ പ്രസ് കണ്ടിന്യൂ. ഇനി നിങ്ങൾ യൂസ് ചെയ്ത ഡോക്യുമെൻറ്റ്, അതായത് BRP അല്ലെങ്കിൽ പാസ്പോർട്ട്, ആ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യുക, കറക്റ്റ് ആണെന്ന് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് എന്ന ഓപ്ഷനിൽ കയറിയിട്ട് ചേഞ്ച് ചെയ്യുക. ദെൻ ക്രിയേറ്റ് അക്കൗണ്ട്. ഇപ്പം നിങ്ങൾ UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാൻ സൈൻ ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ഡോക്യുമെൻ്റാണ് നമ്മൾ UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഏത് ഡോക്യുമെൻ്റാണ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ പ്രസ് കണ്ടിന്യൂ. ആൻഡ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ. ഇനി നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്യണം. എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ പ്രസ് കണ്ടിന്യൂ. ഇനി ഫോൺ നമ്പറിലേക്കാണോ അല്ലെങ്കിൽ മെയിൽ ID-യിലേക്കാണോ നമുക്ക് സെക്യൂരിറ്റി കോഡ് റിസീവ് ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഫോൺ നമ്പറോ ഇമെയിൽ ID-യോ ഏതാണ് നിങ്ങൾ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന ആ സെക്യൂരിറ്റി കോഡ്, 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് എൻറ്റർ ചെയ്ത് പ്രസ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് 3 സ്റ്റെപ്സാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ഒരു ലിങ്ക് അവിടെയുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റെപ്പായ ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റിൽ കൺഫേം യുവർ ഐഡൻറ്റിറ്റി, അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോണത്. അതിൽ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ് സ്കാനിങ് ആണ്. ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ iPhone 7 ഓർ ന്യൂവർ മോഡൽ, ഇല്ലെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏതൊരു ആൻഡ്രോയിഡ് ഫോൺ വേണം. ദെൻ യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് 2 പ്രൊസീജിയേഴ്സാണ് ചെയ്യാനുള്ളത്. ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ആപ്പായിട്ട് കണക്ട് ചെയ്യണം. UK ഇമിഗ്രേഷൻ ID ചെക്ക് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പിൾ സ്റ്റോറിൽ അല്ലെങ്കിൽ ഗൂഗിൾ സ്റ്റോറിൽ കയറിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്പ് ഓപ്പൺ ആക്കുക. ദെൻ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ 2 ഓപ്ഷനാണ് ഉണ്ടാവുന്നത്, QR കോഡ് ഓർ കണക്ഷൻ കോഡ്. അതിലേതാ നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കണക്ഷൻ കോഡാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. കണക്ഷൻ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു കണക്ഷൻ കോഡ് നമുക്ക് വരും. അത് കണക്ഷൻ കോഡ് എന്നുള്ള കോളത്തിൽ എൻറ്റർ ചെയ്തിട്ട് കണക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ആപ്പായിട്ട് കണക്റ്റഡ് ആയതെന്നുള്ള ഒരു കൺഫർമേഷൻ വരും. അത് കഴിഞ്ഞിട്ട് ഫോണിൽ വി നീഡ് ടു കൺഫേം ഹൂ യു ആർ എന്ന് കൊടുക്കുക. അതിന് നിങ്ങളുടെ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ഒരു 6 ഡിജിറ്റ് കോഡ് വരും. ആ 6 ഡിജിറ്റ് കോഡ് എൻറ്റർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ 4 പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ടേക്ക് ഡോക്യുമെൻറ്റ് ഇമേജ്, ദെൻ ചെക്ക് ഡോക്യുമെൻറ്റ് ഇൻഫോർമേഷൻ, സ്കാൻ ഫേസ് ആൻഡ് ടേക്ക് ഫോട്ടോ യുവർ സെൽഫ്. ഈ 4 പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ഏത് ഡോക്യുമെൻ്റാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ബയോമെട്രിക് ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ബയോമെട്രിക് എടുക്കുക. ദെൻ കണ്ടിന്യൂ. ഇനി ബയോമെട്രിക് നമ്മൾ ആദ്യം സ്കാൻ ചെയ്യണം. ബയോമെട്രിക് കാർഡിൻ്റെ 2 സൈഡും സ്കാൻ ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ് ഇൻഫോർമേഷൻ ചെക്കിംഗ് ആണ്. അതിനായിട്ട് ബയോമെട്രിക് കാർഡിൻ്റെ ബാക്ക് സൈഡിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് ചിപ്പ് ആക്സസ് ചെയ്യുക. ചിപ്പ് ആക്സസ് കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോഴേക്കും പ്രസ് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്കാൻ യുവർ ഫേസ്, നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. ദെൻ പ്രസ് കണ്ടിന്യൂ. ഇനി ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക, കറക്റ്റാണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ഇൻഫോർമേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ബാക്ക് ടു ലാപ്ടോപ്പിൽ പോയിട്ട് നമ്മൾ ഒന്നും കൂടി സൈൻ ഇൻ ചെയ്യണം. UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ അക്കൗണ്ട് നമ്മൾ ഒന്നും കൂടി സൈൻ ഇൻ ചെയ്ത് ഒന്നും കൂടി കയറുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഡോക്യുമെൻറ്റാണ് യൂസ് ചെയ്തത്, ബയോമെട്രിക് ആണെങ്കിൽ ബയോമെട്രിക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി കോഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി കോഡ് എൻറ്റർ ചെയ്തിട്ട് പ്രസ് കണ്ടിന്യൂ. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനായ ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റിൽ കൺഫേം യുവർ ഐഡൻറ്റിറ്റി ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ഇൻഫോർമേഷൻ എല്ലാം അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ദെൻ കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഫസ്റ്റ് പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ കോൺടാക്റ്റ് പ്രിഫറൻസ് ആണ്. ഇനി ഏത് ഇമെയിൽ അഡ്രസ്സാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെന്ന് ചോദിച്ചേക്കുന്നത്. ഫോൺ നമ്പറും കൊടുക്കുക. ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ നോക്കുക. ആ പ്രൊസീജിയറും അവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ അക്കൗണ്ട് സെക്യൂരിറ്റി ആണ്. ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് അത് ആൻസർ ചെയ്യുക. അങ്ങനെ അക്കൗണ്ട് സെക്യൂരിറ്റി എന്നുള്ള പ്രൊസീജിയറും കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ സബ്മിറ്റ് റിക്വസ്റ്റ് ആണ്. ഡിക്ലറേഷൻ വായിച്ച് നോക്കുക. ഐ ആം ദ പേഴ്സൺ സബ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ ആൻഡ് ഐ ആം ഏജ് 18 ഓവർ. അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് ഇനി സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. യുവർ ഇൻഫർമേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ്. ദെൻ പ്രസ് ഫിനിഷ് ആൻഡ് ലീവ് സർവീസസ്. അങ്ങനെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ വിസ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ വിസ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. താങ്ക്